ഇന്നലെ 6:20 ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 6:20 കുവൈറ്റിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 10 മണിക്കും 10:15 ഇടയിൽ ഇവിടെ 45 പേരുടെ മൃതശരീരവും കയറ്റിയ വാഹനമാണ് എത്തിച്ചേരുക. അതിൽ കേരളത്തിൽ നിന്നുള്ള 23 പേരും തമിഴ്നാട്ടിൽ നിന്നുള്ള 7 പേരുടെയും കർണാടകത്തിൽ നിന്നുള്ള ഒരാളുടെയും അങ്ങനെ 31 പേരുടെ മൃതശരീരം ഇവിടെ എത്തിക്കും. ആ മൃതശരീരങ്ങൾ എത്തിച്ചേരുമ്പോൾ ബോക്സ് എത്തുന്ന ക്രമത്തിൽ തന്നെ ഓരോ മൃതശരീരങ്ങളും പ്രദർശിപ്പിക്കുന്ന ടേബിളുകളുടെ മുമ്പിൽ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി വയ്ക്കുന്ന ടേബിളുകളുടെ മുമ്പിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന ടേബിളുകളുടെ മുമ്പിൽ അവരവരുടെ പേരുകളും പടങ്ങളും ചിത്രീകരിക്കും. 31 ആംബുലൻസുകൾ 23 കേരളം തയ്യാറാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ആംബുലൻസുകൾ കൂടി എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ ആവശ്യമെങ്കിൽ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ 31 ആംബുലൻസുകൾ നോർക്ക തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ആംബുലൻസുകളിലും നെയിം ബോർഡ് വയ്ക്കാവുന്ന വിധത്തിൽ നേരത്തെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ ആംബുലൻസുകൾക്കും കേരളത്തിൽ നിന്ന് പുറത്തുള്ള റോഡ് മാർഗം പോകുന്ന തമിഴ്നാട്ടിലെ 7 മൃതശരീരങ്ങൾക്കും കർണാടകയിലെ മൃതശരീരത്തിനും ഉൾപ്പെടെ 31 ആംബുലൻസുകൾക്കും പൈലറ്റ് പോലീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേത് കേരള അതിർത്തി വരെ പൈലറ്റ് പോലീസ് ഉറപ്പുവരുത്തും. ഇവിടെ ആരോഗ്യവകുപ്പിൻ്റെ മെഡിക്കൽ ടീം പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥലത്ത് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഞാനും പി രാജീവും റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററും ഇപ്പോൾ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കുന്ന ദുഃഖകരമായ അവസ്ഥയിലെ ഏറ്റവും വിഷമകരമായൊരു സാഹചര്യമാണ്. 23 പേരുടെ മൃതദേഹമാണ് മലയാളികൾ എന്ന നിലയിൽ ഇവിടെ വരുന്നത്. മാത്രമല്ല അവരുടെ എല്ലാം പ്രതീക്ഷകളും നാടിൻ്റെ പ്രതീക്ഷയും പൊഴിഞ്ഞൊരു സാഹചര്യം ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം സ്വാഭാവികമായി ഇനി ഇതിൻ്റെ മിക്ക ക്രമീകരണങ്ങളാണ് നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുള്ളത്. അവിടുന്ന് ഇത്രയും പെട്ടെന്ന് ബോഡി കൂടി എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ ആശ്വാസം നൽകുന്നതാണ്. ഇതിന് എല്ലാ മേഖലയും എല്ലാ സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് ആംബുലൻസുകളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലായിടത്തോട്ടും എല്ലാ ആംബുലൻസിനും പ്രത്യേകമായ പൈലറ്റ് ക്രമീകരണങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ബോഡി ഇവിടെ ഒരുമിച്ച് പൊതുദർശനത്തിന് വെക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തുന്നു. അതുപോലെ തന്നെ ജനപ്രതിനിധികളും നാട്ടുകാരും സ്വന്തക്കാരും എന്നിവരെല്ലാം എത്തിച്ചേരുന്ന ഒരു ദുഃഖാർദ്രമായ ഒരു വലിയ സംഭവമാണ്. വരുന്ന ബോഡി പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയത്തക്ക നിലയിൽ ഫോട്ടോയും നെയിം സ്ലിപ്പും എല്ലാം വെക്കാനുള്ള ക്രമീകരണം ഇതിനോടൊപ്പം തന്നെ പൂർത്തീകരിച്ചു. സമയം ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ അവരോട് വീട്ടിലെത്തുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ പൂർത്തീകരിച്ചു. മറ്റുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം അവരോട് വീട് വരികയും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ബന്ധപ്പെട്ട ജില്ലാ അഡ്മിനിസ്ട്രേഷനും പോലീസ് മേധാവിയും ഇക്കാര്യങ്ങളുടെ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് നല്ല നിലയിലുള്ള ഉന്നത പോലീസ് ഓഫീസർമാരുടെ ചിട്ടയായ ക്രമീകരണങ്ങൾ ഒരുക്കങ്ങളാണ്.